ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ടീച്ചേഴ്സൊക്കെ കൂടെ പോയൊരു ടൂറിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ വ്ളോഗിലൂടെ പറയാൻ പോകുന്നത്. നമ്മൾ പോയത് നെല്ലിയാമ്പതിക്കാണ് കേട്ടോ. നല്ല വൈബിങ് യാത്രയായിരുന്നു. നമ്മൾ ആദ്യം തന്നെ ഓറഞ്ച് ഫാമിലോട്ടാണ് പോയത്. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ട്രീ ഹൗസിലോട്ടാണ് പോയത്. ട്രീ ഹൗസിലൊക്കെ കയറി നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ആ ഓറഞ്ച് ഫാം കാണാൻ നല്ല വ്യൂ, നല്ല രസമായിരുന്നു കേട്ടോ ആ വ്യൂ കാണാൻ. പിന്നെ നമ്മൾ അതിനടുത്ത് കൂടെ ഒരു അമ്പലക്കുളം, ഒരു താമരക്കുളമൊക്കെ ഉണ്ടായിരുന്നു. നല്ല കളർഫുള്ളാണ്. അവിടെയും പോയി കുറച്ച് ഫോട്ടോസെല്ലാം നമ്മളെടുത്തു. നല്ല രസമാണ് കേട്ടോ കാഴ്ച കാണാൻ. നമ്മളുടെ കണ്ണിനുള്ള പവർ എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്ക് അത്രത്തോളം കിട്ടില്ല. അത് അത്രയും ബ്യൂട്ടിഫുള്ളായിരുന്നു ആ പ്ലേസ്. നേരിട്ട് കാണാൻ തന്നെ വേണം. അമ്പലക്കുളത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ നടന്ന് ചെന്നെത്തുന്നത് പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടത്തിലോട്ടാണ്. എന്ത് രസമാണ് ആ കാഴ്ച കാണാൻ. ചുറ്റും പാഷൻ ഫ്രൂട്ട് അങ്ങനെ ബൾബ് പോലെ തൂങ്ങിക്കിടക്കുക. അവിടെ നിന്ന് നമ്മളെടുത്ത് കുറച്ച് ഫോട്ടോസ്. ഈ പാഷൻ ഫ്രൂട്ടൊക്കെ അവർ കൊണ്ടുപോയി ജ്യൂസും അതുപോലെ ഓരോരോ ജ്യൂസ്, സ്ക്വാഷ്, അച്ചാർ, അങ്ങനെ ഓരോരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും. പാഷൻ ഫ്രൂട്ടിൻ്റെ തോട്ടമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോണത് ഈ ഭാഗത്തോട്ടാട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ചെടികൾ. അല്ലാ, എന്ത് രസമാണെന്നറിയോ ഓരോ ചെടികൾ, പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ. ഒരുപാട് തരം ഓർക്കിഡുകളുണ്ട്, റോസ് പ്ലാന്റ്സ് ഉണ്ട്, വിവിധ തരം ചെടികൾ. പേര് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര കളക്ഷൻ ഉണ്ട് അവിടെ. എല്ലാ വെറൈറ്റിയും എല്ലാ ടൈപ്പ് ചെടികളും അവിടെ കിട്ടും. ഇവിടെ ഇങ്ങനെ വലിയൊരു സെയിൽസ് കൗണ്ടർ തന്നെ ഉണ്ട്. നമ്മളിപ്പോൾ കാണുന്നതൊക്കെ സെയിൽസ് കൗണ്ടറാണ്. ചെടി പ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടും താമസിക്കാതെ വേഗം ചെന്ന് വാങ്ങിച്ചോട്ടാ. ഇഷ്ടപ്പെട്ട ചെടികളും ഒരുപാട് കാഴ്ചകളും ഇഷ്ടം പോലെ കാണാനുണ്ട്. ഓറഞ്ച് ഫാമിൽ നിന്ന് നമ്മൾ നേരെ പോയത് വീണ്ടും യാത്ര ചെയ്തിട്ടാട്ടോ നമ്മൾ സീതാർ കൊണ്ടെത്തിയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തു. അവിടെ പിന്നെ നല്ലൊരു മനോഹരമായൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വ്യൂ പോയിൻ്റ് മാത്രമല്ല, അതൊരു സൂയിസൈഡ് പോയിൻ്റ് കൂടി കേട്ടോ. അതങ്ങനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സൂയിസൈഡ് പോയിൻ്റാന്ന് പറഞ്ഞിട്ട്. അവരവിടെ ഫെൻസൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ താഴെ കാണുന്ന സ്ഥലം നെന്മാറയാണെന്നാണ് പറയണത്. സൂയിസൈഡ് പോയിൻ്റിന് അടുത്തുള്ളൊരു മരം എന്നെ വല്ലാതെ ആകർഷിച്ചു കേട്ടോ. നിറയെ നീല കളർ പൂക്കളുള്ള ആ മരം വല്ലാത്തൊരു ഫീലായിരുന്നു കാണാൻ. അങ്ങനെ സീതാർകുണ്ട് സൂയിസൈഡ് പോയിന്റിൽ നിന്നൊക്കെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഗ്രീൻലാൻഡ് റിസോർട്ടിലായിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. അവിടുത്തെ ആംബിയൻസ് നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമ്മൾ പോയ ദിവസം നല്ലൊരു ദിവസമായിരുന്നു. പിന്നെ നമ്മളവിടെ പോയൊരു 10 മിനിറ്റ് റെസ്റ്റ് എടുത്ത് ലഞ്ച് കഴിച്ച് അങ്ങനെ അതിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്. ഒരു പാർക്കൊക്കെ ഉണ്ട്, നമുക്ക് അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഊഞ്ഞാലുണ്ട്, അതുപോലൊക്കെ ഒരുപാട് അവിടെ പോയപ്പോൾ ഈ വാനര സംഘം. പിന്നെ അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ പറയണ്ടല്ലോ. ചുറ്റും പച്ചപ്പും ഹരിതാപയും മനസ്സിന് തന്നെ നല്ല കുളിർമ നൽകുന്ന കാഴ്ചകളും. പിന്നെ നമ്മളെ രസിപ്പിക്കാൻ ഈ വാനര സംഘം എന്തോ ഒരു തുണിക്കഷ്ണത്തിന് വേണ്ടി അടികൂടുകയാണ്. കുറേ നേരം നമ്മൾ അത് നോക്കിയിരുന്നു. അവിടെ നമ്മൾ വീണ്ടും യാത്രയായി ടീ എസ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ടീ എസ്റ്റേറ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. വെളുത്ത പഞ്ഞിക്കെട്ട് പോലെയുള്ള ആകാശവും പച്ച കളറിൽ പ്രകൃതിയും എന്ത് രസമെന്നറിയാം അവിടെ കാണാൻ. പിന്നെ അവിടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ അടുത്ത പ്ലേസിലേക്ക് പോയി. കേശവംപാറ. ഇത് നമ്മൾ കാണാൻ പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കണം കേട്ടോ. ഇതൊരു ടാസ്ക് തന്നെയാണ്. പക്ഷേ നടന്നു പോകുന്ന വഴിയുണ്ടല്ലോ, കൊടും കാട് പോലുള്ള സ്ഥലമാണ്. ഇതൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ സഞ്ചാരികളുടെ കുറച്ച് വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ആ ശബ്ദം ശരിക്കും കാടിൻ്റെ ഹൃദയതാളം പോലെ തോന്നുന്നില്ലേ? എനിക്ക് തോന്നിട്ടോ.
പിന്നെ നമ്മൾ ഈ കൊടുങ്കാടിൻ്റെ നടുവിലൂടെ നടന്നെത്തുന്ന സ്ഥലത്താണ് ദേശംപാറുള്ളത്. കുറച്ച് ദൂരം നടക്കണം കേട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദേ ആ കാണുന്നതാണ് പോത്തുണ്ടി ഡാം. മനോഹരമാണ് കേട്ടോ കാഴ്ച, നേരിട്ട് കാണുക തന്നെ വേണം. അങ്ങനെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഹലോ ഹലോ